നിങ്ങളുടെ വാഹനത്തിൻ്റെ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് തുറക്കുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണണം. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ 2009 മോഡൽ ഓൾട്ടോയുടെ റേഡിയേറ്റർ എങ്ങനെ ഫ്ലഷ് ചെയ്യാം എന്നുള്ളതാണ്. സിമ്പിൾ പ്രോസസ്സാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. വേറെ സ്പെഷ്യൽ ടൂൾസ് ഒന്നും വേണ്ട, ഒരു പ്ലെയർ മാത്രം മതി. അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഇത് ചെയ്യേണ്ടി വന്ന റീസൺ എന്ന് പറയുന്നത് ഈ വണ്ടിയിൽ ആൻറ്റിഫ്രീസോ കൂളൻറ്റോ ഒന്നും അല്ല, വെറും പച്ച വെള്ളമാണ് ഒഴിച്ചിരുന്നത്. ഇത് ഇടയ്ക്ക് ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്തായിരുന്നു, ലോക്കൽ വർക്ക്ഷോപ്പിൽ. അങ്ങനെ അവർ ഇതിനകത്ത് വെള്ളമാണ് ഒഴിച്ചിരുന്നത്, കൂളൻ്റ് ഒഴിക്കാതെ വെള്ളമാണ് ഒഴിച്ചിരുന്നത്. അപ്പോൾ ആ വെള്ളം ഒഴിച്ചിരുന്നതിൻ്റെ ഭാഗമായാണ് ഈ എഞ്ചിനകത്ത് ഈ തുരുമ്പിൻ്റെ പ്രശ്നം വന്നത്. ഇത് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അപ്പാടെ തുരുമ്പാണ്. തുരുമ്പെന്ന് വെച്ചാൽ ഫ്ലേക്കി ആയിട്ട് പൊടിയല്ല, ചെറിയൊരു ഓരമയത്തിൽ എല്ലായിടത്തും വന്നു. അത് ഇപ്പോഴേ നമ്മൾ ശരിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് ഫ്ലേക്കി ആയിട്ട് മാറും. പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള തുരുമ്പ് പൊടിയാവും. അത് അവസാനം റേഡിയേറ്ററിനകത്ത് കയറിയിട്ട് റേഡിയേറ്റർ ബ്ലോക്കായി വണ്ടി ഓവർ ഹീറ്റ് ആവാനും, ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു എഞ്ചിൻ പണിയിൽ തന്നെ ചെന്ന് നിൽക്കും. അതുകൊണ്ടാണ് നമ്മളിത് ഉടനെ തന്നെ ചെയ്യുന്നത്. ഇത് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യൽ ടൂൾസ് ഒന്നും വേണ്ട, ഒരു പ്ലെയറും നമുക്കിതിന് വേണ്ട കോമ്പൗണ്ടും മാത്രം മതി. അഥവാ നമുക്ക് ഈ റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യാനുള്ള ഫ്ലഷ് വാങ്ങിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പച്ചവെള്ളം കണ്ടിന്യൂസ് ആയിട്ട് വിട്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കുമ്പോൾ കാണാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും കമൻറ്റിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വേണ്ടത് പ്ലെയർ, നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉള്ള പ്ലെയർ മാത്രം മതി ടൂളായിട്ട്. പിന്നെ നമ്മൾ റേഡിയേറ്റർ ഫ്ലഷ്, ഇത് മാക്സോൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ്. ഇത് കോൺസെൻട്രേറ്റ് വേറെ കമ്പനിയിലും കുഴപ്പമില്ല. ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് 475 റുപ്പീസാണ്. അതേപോലെ നമുക്ക് കൂളൻ്റ് കോൺസെൻട്രേറ്റ് വേണം. ഇത് 1 ലിറ്റർ കോൺസെൻട്രേറ്റ് ആണ്. ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് 304 റുപ്പീസാണ്. ഇനി നമുക്ക് റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് തുറന്ന് നോക്കാം. പ്രസ് ചെയ്ത് തുറക്കണം. ഇപ്പോൾ വണ്ടി തണുത്തിരിക്കുകയാണ്. ഇതാണ് ഈ റേഡിയേറ്ററിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡിൻ്റെ അവസ്ഥ. ഈ റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യാനായിട്ട് എവിടെ നിന്നാണെന്ന് നോക്കാം. നമുക്ക് ഇതേപോലെ ഫ്ലഷ് ചെയ്യാനായിട്ടുള്ള ഒരു നിപ്പിള് എല്ലാ വാഹനത്തിലും കാണും. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഫ്ലാഞ്ച് ഇളക്കേണ്ടി വരും. നമ്മൾ ഇതിലെ റേഡിയേറ്ററിൽ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് വരുന്നത് നമുക്ക് ഈ ഇളക്കാൻ പറ്റുന്ന പാർട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ആ നിപ്പിൾ തന്നെ ഇളക്കിയിട്ട് നമുക്ക് വെള്ളം കളയാം. നമ്മൾ ആദ്യം ഇതുപോലെ ഒരു ഓസ് റെഡിയാക്കി വയ്ക്കുക. നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ ഉടനെ വെള്ളം വരുന്ന രീതിയിൽ ഓസിനെ റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ട് നമുക്ക് ആ നിപ്പിളങ്ങ് ഇളക്കി വിടാം. വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. നമുക്കൊന്ന് അകത്തുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അവസ്ഥ അറിയാനായിട്ടൊരു ബീക്കറിൽ അതൊന്ന് കളക്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ഈ ഓസ് തുറന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റണ്ണിങ് വാട്ടർ നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്ന അതുവഴി അങ്ങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ കൂടി നമ്മൾ ഡ്രെയിനും ചെയ്യുവാണ്. ഇതായിരുന്നു ഇതിനകത്തു നിന്ന് വന്ന വെള്ളത്തിൻ്റെ കണ്ടീഷൻ. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രെയിൻ ചെയ്യുക. ഏകദേശം 10 മിനിറ്റ്സ് ഞാൻ ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തി ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത ശേഷം നമ്മൾ പ്ലഗ് ക്ലോസ് ചെയ്യുക. നമ്മൾ ഫ്ലഷ് ആഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഫ്ലഷ് ഒഴിക്കുന്നതിനേക്കാൾ ഇതുപോലെ ഒരു ബോട്ടിലിൽ വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഫ്ലഷ് മിക്സ് ചെയ്ത ശേഷം ഒഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് മിക്സ് ആവുന്നത്. ഫ്ലഷിൻ്റെ കവർ പൊട്ടിച്ചിട്ട് എവിടെയോ ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്മെല്ല്, പക്ക ബ്ലീച്ചിങ് പൗഡറിൻ്റെ സ്മെല്ലാണ്. എന്ന് വെച്ചാൽ ബ്ലീച്ചിങ് പൗഡർ ഒരു കാരണവശാലും ആഡ് ചെയ്ത് കളയരുത്. ഇനി നമുക്കിത് ബോട്ടിലോട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് നമുക്കത് റേഡിയേറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് ടോപ്പ് ചെയ്യണം. വെള്ളം ടോപ്പ് ചെയ്ത് നിർത്തിയ ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതനുസരിച്ച് ലെവൽ താഴും. ലെവൽ താഴുന്നതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക.
അങ്ങനെ വെള്ളം ഇനി താഴില്ല എന്നുള്ള കണ്ടീഷനിലായതിനു ശേഷം നമുക്ക് റിസർവോയറും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പം തന്നെ എല്ലാം ഇളകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ റിസർവോയറും നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്പ് ഇട്ട് ക്ലോസ് ചെയ്യാം. സാധാരണ നമ്മൾ ഇതുപോലെ ഫ്ലഷ് ചെയ്യുമ്പോഴത്തേക്കും വാഹനം ഓടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ സാധാരണ വണ്ടി ഓടിച്ച് നോക്കും, 2 കിലോമീറ്റർ വണ്ടി ഓടിക്കും. അപ്പോൾ ഇത് വേണ്ട ടെമ്പറേച്ചർ കയറുകയും ചെയ്യും, നന്നായിട്ടെല്ലാം ക്ലീൻ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് ഓടരുത്, ഒരു മാക്സിമം 2 കിലോമീറ്റർ ഓടാം. വണ്ടി ഓവർ ഹീറ്റ് ആവാനും പാടില്ല. വണ്ടി ഓടി വന്ന ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വണ്ടി ഒന്ന് തണുത്ത ശേഷം മാത്രം നമുക്ക് റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് തുറക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ പോലെ ഡ്രെയിൻ ചെയ്യാം താഴേന്ന്. ഇതിപ്പം ഫസ്റ്റ് നമ്മൾ ഫ്ലഷ് ആഡ് ചെയ്ത ശേഷമുള്ള ഫസ്റ്റ് ഡ്രെയിൻ ചെയ്തപ്പോൾ വന്ന ലിക്വിഡാണ്. വെള്ളം ഇത്രയും മോശമായിരുന്നു. ഇനി നമുക്കതുപോലെ തന്നെ റിസർവോയർ ടാങ്ക് ക്ലീൻ ചെയ്യാം. എന്നിട്ട് നേരത്തെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വെള്ളം വിട്ടിട്ട് ഇതേപോലെ നേരത്തെ ആദ്യം നമ്മൾ ചെയ്തതുപോലെ ആദ്യം ചെയ്തതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വിട്ട് റേഡിയേറ്റർ ഫ്ലഷ് ചെയ്തെടുക്കുക. നല്ല ക്ലിയർ വെള്ളം വരുന്നത് വരെ നമ്മളിതുപോലെ ഫ്ലഷ് ചെയ്യണം. ക്ലിയർ വെള്ളം വന്ന ശേഷം നമുക്ക് വീണ്ടും ആ പ്ലഗ് അങ്ങ് ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ കൂളൻ്റാണ് ആഡ് ചെയ്യാനുള്ളത്. പ്ലെയർ കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് കൂളൻ്റ് ആഡ് ചെയ്യാം. കൂളൻ്റ് ആഡ് ചെയ്യുന്നത് ആദ്യം നമ്മൾ റിസർവോയറിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആഡ് ചെയ്യാം. കൂളൻ്റ് ആണെങ്കിലും ഡയറക്റ്റായിട്ട് നമ്മൾ റേഡിയേറ്ററിൽ ഒഴിക്കുന്നതിനേക്കാളും ഇതേപോലെ ഒരു ബോട്ടിലെടുത്ത് ബോട്ടിലൊന്ന് മിക്സ് ചെയ്ത് വാട്ടറുമായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ആദ്യം ബോട്ടിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് റിസർവോയർ ടാങ്ക് ഫില്ല് ചെയ്യാം. റിസർവോയർ ടാങ്ക് ഫില്ല് ചെയ്ത ശേഷം അതേപോലെ നമുക്ക് റേഡിയേറ്റർ ഒന്ന് ഫില്ല് ചെയ്യാം. ആദ്യം നമ്മൾ ഇതുപോലെ കൂളൻ്റ് കോൺസെൻട്രേറ്റ് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് റേഡിയേറ്ററിൽ ഒഴിക്കുക. ഒഴിച്ച ശേഷം നമ്മൾ പച്ചവെള്ളം കൊണ്ട് ബാക്കി ഫുൾ ലെവൽ വെള്ളം ടോപ്പ് ചെയ്തെടുത്താൽ മതി. മുഴുവന് അതിലൊഴിക്കുക. റേഡിയേറ്ററിൽ ലെവലായ ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് റേസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് വെള്ളം അങ്ങ് വലിച്ചു. അതായത് നമ്മൾ തെർമോസ്റ്റാറ്റ് ഓപ്പൺ ആകുമ്പോൾ പെട്ടെന്ന് ഇതിനകത്ത് ലെവലിനൊരു ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോഴേ നമ്മൾ വീണ്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഈ റേഡിയേറ്ററിൻ്റെ അടപ്പിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ റിസർവോയറിൽ നിന്ന് ഇപ്പം വെള്ളം എടുത്തേനെ. നമ്മളിത് ഓപ്പണാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് റിസർവോയറിൽ നിന്ന് എടുക്കാത്തത്. അതേപോലെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ വണ്ടി ഹീറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് റേഡിയേറ്ററിലൊക്കെ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റേഡിയേറ്റർ ആ ലിഡ് അങ്ങ് ക്ലോസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഫില്ലായ കൂളൻ്റ് ഒന്ന് റണ്ണിങ് വാട്ടറിൽ കഴുകിയിടാം. ഇനി നമുക്ക് ഡിഫറൻസ് നോക്കാം. നമ്മൾ ആദ്യം കാണുന്നതാണ് പച്ചവെള്ളത്തിൽ നമ്മൾ ഫ്ലഷ് ചെയ്തപ്പോൾ ഫസ്റ്റ് വന്നത്. ഇതാണ് പച്ചവെള്ളത്തിൽ ലാസ്റ്റ് വന്നത്. നമ്മൾ
ഫ്ലഷ് മിക്സ് ചെയ്ത ശേഷം ഫസ്റ്റ് വന്നത് ഇതാണ്, ഫ്ലഷ് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് വന്നത് ഇതാണ്. ഇത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പം റേഡിയേറ്റർ ഫ്ലഷ് യൂസ് ചെയ്ത് റേഡിയേറ്റർ ക്ലീൻ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. താങ്ക് യു ഫോർ വാച്ചിങ്.